തമിഴ്നാട്ടുകാർക്ക് ജോലിയില്ല. 1000 രൂപ കൊടുത്താൽ അത് വലുതെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. കേരളം പോലെയല്ല. കേരളത്തിൽ പഠിച്ച 5 വർഷം 10 വർഷത്തിനകത്ത് PSC ടെസ്റ്റ് എഴുതുന്നു, അവരെ ജോലി നോക്കി പോകുന്നു. അവർക്ക് വാങ്ങാൻ പറ്റില്ല. പ്രൈവറ്റ് ജോലികളാണ് കൂടുതലുള്ളത് ഇവിടെ തമിഴ്നാട്ടിൽ. ഇവിടെ കൂലിപ്പണി 10,000 12,000 പ്രൈവറ്റിന് പോയി വിഴുന്നു കൊടുക്കുകയാണ് ഇവിടുത്തെ ജോലി. ആരും ഗവൺമെന്റ് ജോലി കൊടുക്കുന്നില്ല. അപ്പൊ അതിനെ മറികടക്കാനാണ്, അതിനെ ആരും ജനങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാനാണ് മാസം 1000. നീ ബസ്സിൽ ഫ്രീയാ പോ. ബസ്സിൽ ഫ്രീയാ പോകേണ്ട കാര്യമില്ല. കാരണം 1,00,000 രൂപ ശമ്പളം വാങ്ങുന്ന ടീച്ചർമാരാണ് കൂടുതൽ അതിൽ പോകുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അത് ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഭരിക്കുന്നതുകൊണ്ടുള്ള കാരണമാണ്. കാരണം ബസ്സിൽ മെക്കാനിക്കായിട്ടോ കണ്ടക്ടറായിട്ടോ ജോലി ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കാനില്ലെന്ന് പറയുന്നു. നഷ്ടത്തിൽ ഓടുന്നെന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ജനങ്ങളെ ഫ്രീ ആയിട്ട് അതിൽ ടിക്കറ്റ് എടുക്കാതെ സൗജന്യമല്ല കൊടുക്കേണ്ട, മര്യാദയ്ക്കുള്ള ജോലിയും അതുപോലെ തന്നെ ആ കൂലിയും ഒക്കെ കൊടുക്കണമല്ലേ? നല്ല രീതിയിലുള്ള ജോലിയും കൂലിയും ഒക്കെ കൊടുക്കണം അല്ലേ? അവർക്ക് സ്വയം മര്യാദയോടെ ജീവിക്കേണ്ട ഒരു ഇത് ചെയ്തു കൊടുക്കാതെ ഇവരെ 3 തലമുറ കുടിച്ച് ഇവിടെ മയങ്ങി കിടക്കുകയാണ്. തമിഴ്നാട്ടിൽ 3 തലമുറ കുടിച്ച് മയങ്ങി കിടക്കുകയാണ്. ഇപ്പൊ കഞ്ചാവും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. വേറെ പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെക്കുറിച്ച് ആർക്കും, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ബോധമില്ല. ഇതിനെക്കുറിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകളോ ഒന്നുമില്ല.